ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ബയോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഐസറിന് വന്ന 2021 ബയോളജിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ ഈ ഒരു സീരീസ് മലയാളത്തിലുള്ള ഐസറിന്റെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സീരീസ് 2017 തൊട്ട് 25 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനി വരുന്ന വർഷങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്യും. അപ്പം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് നിങ്ങൾ ചെയ്തു നോക്കുക. ആൻഡ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസിന്റെ ഒരു ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചാൽ, നമ്മളുടെ മലയാളത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ റിസർച്ചർ ആവാനും സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സീരീസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പം ഒരു ഹംബിൾ റിക്വസ്റ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും, ഫ്രണ്ട്സിന്റെ സ്കൂളിലും അതുപോലെ ഒക്കെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പൊ അതൊരു ഹംബിൾ റിക്വസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യമേ പറയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2021 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിട്ടും. ഇനി നമ്മളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.crisperlearning.com നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അവൈലബിൾ ആവുന്നതാണ്. സോ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒരു എക്സാം പോലെ നിങ്ങൾക്ക്, ഒറിജിനൽ എക്സാം പോലെ അതേ ഇന്റർഫേസിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം എഴുതാൻ പോകുന്നത് 2021 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതൊരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഇൻസ്ട്രക്ഷൻസ് വരും. അത് വായിച്ചതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. സോ ആദ്യം തന്നെ ബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Which one of the following epithelial cell type is commonly found in inner surface of fallopian tube എന്നാണ് ചോദിച്ചത്. അപ്പൊ നോക്ക്, ഫലോപ്പിയൻ ട്യൂബിന്റെ ഇന്നർ സർഫസിൽ, ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂട്രസിനെ കണക്ട് ചെയ്യുന്ന, ഓവറിയുടെ പെരിഫറിയിലായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ട്യൂബിനെയാണ് നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയാം. ഓക്കെ, ഈ ഫലോപ്പിയൻ ട്യൂബില് നമുക്ക് ഏത് ടൈപ്പ് സെല്ലാണ് കാണാൻ പറ്റുക എന്നുള്ളത് അറിയോ? നമ്മളുടെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഈ സെല്ലിനെ ഇങ്ങോട്ടേക്ക് വലുതാക്കി വരയ്ക്കുകയാണ്. ഇവിടുത്തെ സെല്ലില് നമുക്ക് ഇതുപോലെ സീലിയ കാണാൻ പറ്റും. അതെന്തിനു വേണ്ടിയിട്ടാ? സീലിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്യൂബിലൂടെ ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവം കലക്ട് ചെയ്തുകൊണ്ട് ഫലോപ്പിയൻ ട്യൂബിലൂടെയാണ് ഓവം ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ഇതുപോലെ ഓവം മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള സെൽസ് എന്ന് പറയുന്നത് സീലിയേറ്റഡ് സെൽസ് ആയിരിക്കും, സീലിയേറ്റഡ് എപ്പിത്തീലിയം ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which one of the following is an example of palindromic DNA sequence? അപ്പൊ നമുക്കറിയാം എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാല്, ഒരു സൈഡിലേക്ക് നമ്മൾ എഴുതിയാല് തിരിച്ച് അത് തന്നെ എഴുതിയാലും സെയിം ആയിട്ടുള്ള വാക്കുകൾ കിട്ടുന്നതിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് വേർഡ്സ് എന്ന് പറയാം. എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, മലയാളം എന്ന് പറയുന്നത് ഒരു പാലിൻഡ്രോം ആണ്. മലയാളം കാരണം എന്താ? നിങ്ങൾ മലയാളം എന്ന് തിരിച്ചെഴുതിയാൽ എന്താ സംഭവിക്കുക? MALAYALAM, മലയാളം എന്ന് തന്നെയാണ് എഴുതുക. സോ ദിസ് ഈസ് കോൾഡ് എ പാലിൻഡ്രോം. അപ്പൊ നമ്മളോട് ചോദിച്ചത് പാലിൻഡ്രോമിക് ആയിട്ടുള്ള DNA സീക്വൻസ് ആണ്. എന്താ പാലിൻഡ്രോമിക് DNA സീക്വൻസ് എന്ന് പറഞ്ഞാല് 5' to 3' ആയിട്ടുള്ള ഈ ഡയറക്ഷനിൽ നിങ്ങൾ റീഡ് ചെയ്താലും ആൻഡ് തിരിച്ച് മറ്റേ സ്ട്രാൻഡിൽ നിന്ന് 5' to 3' ഈ ഡയറക്ഷനിൽ റീഡ് ചെയ്താലും സെയിം സീക്വൻസ് കിട്ടണം. അതിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയാ. ഇനി നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, GAATTC അല്ലെ.
GAATTC. ഈ GAATTC എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇക്കോ R1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പാലിൻഡ്രോം ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. അപ്പം ഇത് 5' to 3' ഈ സ്ട്രാൻഡിൽ വായിച്ചാലും 5' to 3' തിരിച്ച് ഈ സ്ട്രാൻഡിൽ വായിച്ചാലും സെയിം വേർഡ് ആണ് നമുക്ക് കിട്ടുക. സോ ഓപ്ഷൻ എ വിൽ ബി ദ ആൻസർ. ഇനി ഇവിടെ നോക്ക്, GACTTC, GAC അല്ലേ ഇവിടെ വരേണ്ടത്, അപ്പൊ ഇത് പാലിൻഡ്രോം അല്ല. ഓപ്ഷൻ ബി ഈസ് നോട്ട് എ പാലിൻഡ്രോം. ഇനി GAAGTC, GA എന്നാണ് ഇവിടെ വരേണ്ടത്, സി ആയി പോയി, അപ്പൊ സിയും അല്ല. സോ GACCAG കണ്ടോ, തിരിച്ച് ജിയിലേ അല്ല തുടങ്ങുന്നത്, സോ ഡിയും അല്ല. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ അലർജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സം ഇൻഡിവിജ്വൽ സ്റ്റാർട്ട് സ്നീസിങ് വൈൽ ദ പോളൻ കണ്ടന്റ് ഈസ് ഹൈ ഇൻ ദ എയർ. പ്രൈമർലി വിച്ച് ഇമ്മ്യൂണോഗ്ലോബിൻ, അതായത് IG ഐസോടൈപ്പ്, വിൽ ദീസ് ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ആസ് എൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. അതായത് ഇവിടുത്തെ ഗിവൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് തന്ന സിനാരിയോ എന്ന് പറയുന്നത് അലർജിക് റെസ്പോൺസ് ആണ്. അലർജിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അല്ലെ. ഒരു അലർജൻ വരുന്ന സമയത്ത്, അലർജൻ ചിലപ്പോൾ മൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പൂച്ചയുടെ രോമമായിരിക്കാം, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അലർജി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കാം. അപ്പൊ ഒരു അലർജൻ വരുന്ന സമയത്ത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് കോൾഡ് അലർജി. ഈ അലർജി ഉണ്ടാക്കുന്ന ഏത് ആന്റിബോഡിയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. There are 5 types of antibody. ഏതൊക്കെയാണ്? IgG, IgA, IgM, IgE, IgD. എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുക? ഗെയിംഡ് എന്ന് വായിച്ചാൽ മതി, ഗെയിംഡ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സോ ഇതിൽ 2 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ് അല്ലെങ്കിൽ ആന്റിബോഡിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. IgA എന്ന് പറയുന്ന ആന്റിബോഡി. IgAന്റെ പ്രത്യേകത എന്താ? A ഫോർ അമ്മ എന്നുള്ളത് നിങ്ങൾ ഓർക്കുക, കൊളസ്ട്രത്തില് ഉള്ള ആന്റിബോഡിയാണ്. കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമായിട്ട് കുട്ടിക്ക് കിട്ടുന്ന മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ബ്രസ്റ്റ് മിൽക്കാണ്, ഇനീഷ്യലി ഉള്ള ബ്രസ്റ്റ് മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുക. അപ്പം A ഫോർ അമ്മ എന്നുള്ളത് ആലോചിക്കുക, അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് കിട്ടുന്ന കൊളസ്ട്രത്തിലുള്ള ആന്റിബോഡിയാണ് IgA എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് IgE. എന്താ IgE എന്ന് പറഞ്ഞാൽ? IG അലർജി എന്നുള്ളത് ആലോചിക്കുക. അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നത് IgE എന്ന് പറയുന്ന ആന്റിബോഡിയാണ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എന്താ? അലർജി റെസ്പോൺസ് ആണ് തന്നത്. പ്രൈമർലി വിച്ച് IG ഐസോടൈപ്പ് വിൽ ദീസ് ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ആസ് എൻ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് ചോദിച്ചത്. സോ IgE വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഇവിടെ ഒരു ബയോടെക്നോളജി എന്നുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. The map of 4000 base pair plasmid DNA marking the locations of different restriction enzymes. Enzyme cut site is shown in the figure below. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഒരു പ്ലാസ്മിഡ് വെക്ടർ തന്നിട്ടുണ്ട്. എന്താ പ്ലാസ്മിഡ് വെക്ടറിന്റെ പേര് എന്ന് പറയുന്നത്? XYZ21. XYZ 2021 നടത്തിയ പരീക്ഷയോടാണ് 21 എന്നുള്ളത് അല്ലേ. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും, ഇവിടെ മുകളിലായിട്ട് ഒരു ഇക്കോ R1ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഹൈൻഡ് 2 അല്ലെ, ഹൈൻഡ് 3യുടെ റെക്കഗ്നിഷൻ സീക്വൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ SAL1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഫൈനലി PST1 അല്ലെ, PST1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എത്രയാണ്?
800 PST1 അല്ലേ, PST1 നമുക്ക് കാണാൻ പറ്റും. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ നമ്പേഴ്സ് ഇൻ ബ്രാക്കറ്റ്സ്, ഇതിന്റെയൊക്കെ ബ്രാക്കറ്റിലെ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിക്കേറ്റ് ബേസ് പെയർ പൊസിഷൻസ് വേർ ദ എൻസൈം കട്ട്. എൻസൈമുകൾ കട്ട് ചെയ്യുന്നത് എവിടെയാണോ ആ ബേസ് പെയറിന്റെ പൊസിഷൻ ആണ് ബ്രാക്കറ്റിൽ നമ്പർ ഇട്ട് തന്നത്. അത് എത്രയാണ് നമ്പർ? ഇക്കോ R1 കട്ട് ചെയ്യുന്നത് 1700 ബേസ് പെയറിലാണ്. ആൻഡ് 1920 ബേസ് പെയറിലാണ് ഹൈൻഡ് 3 കട്ട് ചെയ്യുന്നത്. ആൻഡ് സാൽ1 കട്ട് ചെയ്യുന്നത് 2460 ആൻഡ് PST1 കട്ട് ചെയ്യുന്നത് 800. PST1 കട്ട് ചെയ്യുന്നത് 800. ശരിയാണല്ലോ. ഈ പ്ലാസ്മിഡിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4000 ബേസ് പെയർ ആണ്, അല്ലെങ്കിൽ 4 KB ആണ് എന്നൊക്കെ നമ്മൾ പറയും. 4000 ബേസ് പെയർ ആണ്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ദ പ്ലാസ്മിഡ് is completely digested first with the combination of restriction enzymes PST1 and HIND3. ആദ്യം PST1ഉം HIND3യും വെച്ചിട്ട് കട്ട് ചെയ്തു. ആൻഡ് ദെൻ അതിനുശേഷം ഇക്കോ R1 ആൻഡ് സാൽ1 വെച്ചിട്ട് കട്ട് ചെയ്തു. ദ ഫൈനൽ ഡൈജസ്റ്റഡ് പ്ലാസ്മിഡ് ഈസ് അനലൈസ്ഡ് ബൈ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. പിന്നെ ജെല്ല് റൺ ചെയ്ത് DNA ഫ്രാഗ്മെന്റുകൾ സെപ്പറേറ്റ് ചെയ്തു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ ബാൻഡ് സൈസ് ഒബ്റ്റെയിൻഡ് ഓൺ ദ ജെൽ. അപ്പം താഴത്ത് തന്നത് എന്താണ്? താഴത്ത് തന്നത് ജസ്റ്റ് ഏതൊക്കെ കഷ്ണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്, എവിടെയാണ് കട്ട് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത് എവിടെയാ എന്ന് ചോദിച്ചാല് ആദ്യം കട്ട് ചെയ്യുന്നത് PST1, ഇതിന്റെ ഓർഡറിലൊന്നും ഒരു പ്രാധാന്യമില്ല. PST1 കട്ട് ചെയ്തു, പിന്നെ HIND3 കട്ട് ചെയ്തു, അതിനുശേഷം ഇക്കോ R1 കട്ട് ചെയ്തു, അതിനുശേഷം സാൽ1 കട്ട് ചെയ്തു. അപ്പൊ ഈ കട്ട് ചെയ്ത കഷ്ണങ്ങളുടെ വലിപ്പം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്പേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ഒറിജിൻ ഇതിനെ സങ്കല്പിക്കുകയാണ്. അത് 0 എന്നോ അല്ലെങ്കിൽ 4000 എന്നോ നമുക്ക് സൗകര്യം പോലെ വിളിക്കാം. അപ്പം അതായത് ഒരു ബേസ് പെയർ എണ്ണാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നോക്ക്, ഈ 2 ഫ്രാഗ്മെന്റുകൾ തമ്മിൽ, ഈ 2 കട്ടിംഗ് സൈറ്റുകൾ തമ്മിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്രാഗ്മെന്റ് ഉണ്ടാവുമല്ലോ. യെസ്, ഈ ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1700 മൈനസ് 800 ആയിരിക്കും. 1700 മൈനസ് 800 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം കിട്ടുക? 900 ആയിരിക്കും ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫ്രാഗ്മെന്റ് വിൽ ബി 900. ശരിയല്ലേ? ഇനി നോക്ക്, ഇവിടെ കട്ട് വരുന്നുണ്ട്, ഇവിടെ കട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടത്തെ കട്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രാഗ്മെന്റ് ഉണ്ടാവും. ഈ ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് വിൽ ബി 1920. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് 1920 മൈനസ് 1700. ഇതാണ് 1700 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റീജിയൻ കിട്ടും. ശരിയല്ലേ? സോ 1920 മൈനസ് 1700, അപ്പൊ എത്രയാ കിട്ടുക? 220 ആണ് കിട്ടുക. സോ സെക്കൻഡ് ഫ്രാഗ്മെന്റ് വിൽ ബി 220. ശരിയാണല്ലോ? യെസ്. ഇനി ഇവിടെ ഒരു കട്ടുണ്ട്, ഇവിടെ ഒരു കട്ടുണ്ട്, അതിന്റെ ഇടയിലുള്ള ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്രയായിരിക്കും. അതെത്രയാ? 2460 മൈനസ് 1920. 2460 മൈനസ് 1920. ശരിയല്ലേ? യെസ്, 4. സോ 540 എന്നാണ് ഉത്തരം കിട്ടുക. അപ്പം തേർഡ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് 540 ആണ്. ശരിയല്ലേ? യെസ്, 540 ആണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഈ ഒരു ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് ആണ് അറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇത് ടോട്ടൽ കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാണ്? ടോട്ടൽ കൂട്ടിയാൽ കിട്ടുന്നത് 4000 ആണ് കിട്ടേണ്ടത്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ശരിയല്ലേ? അപ്പൊ ഇനി ഈ ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് ഞാൻ എത്ര എന്നുള്ളത് എടുക്കുകയാണ്, ഞാൻ x എന്നുള്ളത് എടുക്കുകയാണ്. അപ്പം x ലെങ്ത്
പ്ലസ് ബാക്കി ഈ 3 ആൾക്കാരുടെ ലെങ്ത്തും കൂടെ കൂട്ടിയാൽ 4000 കിട്ടണം. ശരിയാണല്ലോ. എക്സ് പ്ലസ് 900 പ്ലസ് 220 പ്ലസ് 540 വിൽ ബി ഈക്വൽ ടു 4000. ശരിയല്ലേ? യെസ്. അപ്പൊ ഇത് തമ്മിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 0, ഇവിടെ 6 വരും, ഇവിടെ 11 16 1660 എന്നുള്ളത് കിട്ടും. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 4000 മൈനസ് 1660. 0 പോയി, ഇവിടെ 3 വന്നു, 9 ആയി, 10 വന്നു, ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 2, 2340. സോ നെക്സ്റ്റ് ഫ്രാഗ്മെന്റിന്റെ ലെങ്ത്, ഈ ഒരു ഫ്രാഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2340 ആണ്. അപ്പം ഈ പറയുന്ന 4 റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കൊണ്ടും വെച്ച് കട്ട് ചെയ്താൽ എന്നിട്ട് ജെല്ല് റണ്ണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രാഗ്മെന്റ്സ് വിൽ ബി ഈ 4 ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും. അപ്പൊ അത് ഏതിലാണ്, ഓപ്ഷനിൽ ഏതിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. 220, 540 ആൻഡ് 220 ഉണ്ട്, 540 ഉണ്ട്, 900 ഉണ്ട് ആൻഡ് 2340. ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. അപ്പൊ ബയോടെക്നോളജി എന്നുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജെനറ്റിക്സ് 1 നമ്മളുടെ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So motivated by the classic experiment by Frederick Griffith and the work of Avery, MacLeod and McCarthy, biochemical characterization of transforming principle experiment ചെയ്ത ആളുകളാണ് Avery, MacLeod and McCarthy to identify the transforming principle. A scientist redesigned and performed experiment with S strain and R strain of Streptococcus pneumoniae as summarized in the ടേബിൾ ബിലോ. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. എക്സ്പെരിമെന്റില് T1 എന്ന് പറയുന്ന 6 ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. T1, T2, T3, T4, T5 ആൻഡ് T6 ഇതുപോലത്തെ 6 ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ട്രീറ്റ്മെന്റിൽ പറയുന്നത് എന്താ എന്ന് ചോദിച്ചാൽ എസ്ട്രെയിൻ, ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെ ഇഞ്ചെക്ട് ചെയ്തു. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള കൊന്നു കളഞ്ഞ എസ്ട്രെയിനെ ഇഞ്ചെക്ട് ചെയ്താൽ അസുഖം ഉണ്ടായിരിക്കുമോ? അസുഖം ഉണ്ടായിരിക്കില്ല. സോ മൗസ് വിൽ ബി ലൈവ് ആയിരിക്കും. മൗസ് ലൈവ് ആയിരിക്കും. ശരിയല്ലേ? മൗസ് വിൽ ബി ലൈവ്. ഇനി അടുത്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എസ്ട്രെയിൻ എടുത്തു, ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ എടുത്തു, ആർ സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ എടുത്തു. അതാ നോക്കിക്കോ, ഹീറ്റ് കിൽഡ് ചൂടാക്കി കൊന്നു കളഞ്ഞ് എസ്ട്രെയിൻ ബാക്ടീരിയ എടുത്തു. എന്നിട്ട് അയാളുടെ കൂടെ ആർ സ്ട്രെയിൻ, വിറുലന്റ് അല്ലാത്ത ആർ സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു. അപ്പം ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനിൽ നിന്നും അയാളുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ആർ സ്ട്രെയിനിലേക്ക് എത്തുകയും ആ DNA ഈ ആർ സ്ട്രെയിൻ്റെ അകത്തേക്ക് കിട്ടിയത് കൊണ്ട് ആർ സ്ട്രെയിൻ വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എസ്ട്രെയിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർ സ്ട്രെയിൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എസ്ട്രെയിൻ. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. അല്ലെ, ഇയാൾ DNA ആണ് എന്നൊന്നും ഗ്രിഫിത്തിന് അറിയില്ലായിരുന്നു. അയാൾ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയാണല്ലോ? യെസ്. അപ്പം ഈ ആർ സ്ട്രെയിൻ ട്രാൻസ്ഫോം ചെയ്ത എസ്ട്രെയിൻ ആയാൽ എന്താണ്? ഈ എസ്ട്രെയിൻ എന്ന് പറയുന്നത് വിറുലന്റ് ആണ്. അപ്പൊ വിറുലന്റ് ആണ് എന്ന് പറഞ്ഞാൽ മൗസ് എന്തായിട്ടാ മാറുക? മൗസ് ഡെഡ് ആയിരിക്കും ആ ട്രീറ്റ്മെന്റ് 2. ശരിയാണല്ലോ? ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് 3 നോക്ക്. ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ഉണ്ടാക്കി. ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ് ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ആർ സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഇൻക്യുബേറ്റഡ് വിത്ത് RNAs ഉപയോഗിച്ചിട്ട് ഇൻക്യുബേറ്റ് ചെയ്തു. RNAs എന്ന് പറഞ്ഞാൽ എന്താ? ആ എസ്ട്രെയിൻ്റെ RNA നശിപ്പിക്കും. RNA നശിപ്പിച്ചാൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമോ? ട്രാൻസ്ഫോർമേഷന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം എന്താ? നമുക്കറിയാം DNA ആണ് ട്രാൻസ്ഫോർമേഷന് കാരണം. അപ്പൊ RNA നശിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കും. ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ വിറുലന്റ് ആയിട്ടുള്ള എസ്ട്രെയിൻ ഉണ്ടായിരിക്കും, മൗസ് ഡെഡ് ആയിരിക്കും. ഉണ്ടായിരിക്കുക. ശരിയല്ലേ? ഇനി അടുത്ത ട്രീറ്റ്മെന്റ് നോക്കാം. ന്യൂക്ലിക് ആസിഡ് ഐസൊലേറ്റ് ചെയ്തെടുത്തു. എസ്ട്രെയിൻ, ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിൽ നിന്നു ആർ സ്ട്രെയിൻ്റെ കൂടെ ഇട്ടു ആൻഡ് ഇൻക്യുബേറ്റ് വിത്ത്
DNA അതിൻ്റെ അകത്തുള്ള DNA നശിപ്പിച്ചു എന്നിട്ട് മൗസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. DNA നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുവോ? ഇല്ല. പിന്നെ വിറുലന്റ് ആയിട്ടുള്ള എസ്ട്രെയിൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എലിക്ക് പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. അപ്പം എലി ലൈവായിട്ട് ഉണ്ടായിരിക്കും. ശരിയല്ലേ? യെസ്. ഇനി അഞ്ചാമത്തെ ട്രീറ്റ്മെന്റ് നോക്കാം. എസ്ട്രെയിൻ, ലൈവ് ആയിട്ടുള്ള എസ്ട്രെയിൻ, ഡയറക്റ്റ് വിറുലന്റ് ആയിട്ടുള്ള എസ്ട്രെയിൻ മൗസിലേക്ക് ഇഞ്ചെക്ട് ചെയ്താല് മൗസ് ഡെഡ് ആവും. ശരിയല്ലേ? ഇതിനൊക്കെ എന്താ സംശയം ഉള്ളത്? ഇനി അതേപോലെ ആർസ്ട്രെയിൻ, ലൈവ് ആയിട്ടുള്ള ആർസ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്താലോ എലിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം അയാള് എ വിറുലന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റിന്റെ എക്സ്പെരിമെന്റൽ ഔട്ട്കം നമ്മൾ ഗസ് ചെയ്തു. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കി നോക്കാം. ഓപ്ഷൻ പറയുന്നത്, സോ ഫ്രം ദ ഓപ്ഷൻ ബിലോ നമ്മളോട് പറയുന്നത് T1 എല്ലാവർക്കും ലൈവ് ആണ്, നമുക്കും കിട്ടിയത് ലൈവ് ആണ്. T2 എന്ന് പറയുന്നത് ഡൈ ആണ്. ഓക്കെ, T3 എന്ന് പറയുന്നത് ഡൈ ആണ്. അപ്പം ബിയോ ഡിയിലേക്കോ ഇത് മാറി. പിന്നെ T4 എന്ന് പറയുന്നത് ലൈവ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡിയിലേക്ക് അത് ചുരുങ്ങി. ഇനി T5 എന്ന് പറയുന്നത് ഡൈ ആണ്, ശരിയാണ്. T6 എന്ന് പറയുന്നത് ലൈവ് ആണ്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. അപ്പൊ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. രണ്ട് കോൺസെപ്റ്റുകൾ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏതൊക്കെയാണ്? ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റും ആൻഡ് ബയോ കെമിക്കൽ ക്യാരക്ടറൈസേഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. യെസ്, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവല്യൂഷനിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഈസ് ലൈക്ലി to cause deviation from Hardy-Weinberg equilibrium. അപ്പൊ നമ്മള് 5 ഫാക്ടേഴ്സ് നമ്മളെ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്നും ഒരു പോപ്പുലേഷൻ ഡീവിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം, ഇത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ ആണ്. മ്യൂട്ടേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷനിൽ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലാവാൻ കഴിയില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് മൈഗ്രേഷൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മൈഗ്രേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീൻ ഫ്ലോ എന്ന് പറയും. സോ പുറത്തു നിന്നുള്ള സ്പീഷീസ് ഈ പോപ്പുലേഷനിലേക്ക് വരാനും പറ്റൂല, ഇവിടെ ഉള്ള ആളുകൾ പുറത്തേക്ക് പോവാനും പറ്റൂല. ശരിയല്ലേ? പിന്നെ ഉള്ളതാണ് ജെനറ്റിക് ഡ്രിഫ്റ്റ്. ഒരു റാൻഡം ഈവന്റ് വഴി അവിടുത്തെ അല്ലീലിക് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നതിനെയാണ് ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുക. ജെനറ്റിക് ഡ്രിഫ്റ്റ് 2 ടൈപ്പ് ഉണ്ട്. ബോട്ടിൽനെക്ക് എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഫൗണ്ടേഴ്സ് ഇഫക്റ്റും ഉണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഫൗണ്ടേഴ്സ് ഇഫക്റ്റ് ആയിരുന്നു. നമുക്ക് NCERT പഠിക്കാനുള്ളത് ഫൗണ്ടേഴ്സ് ഇഫക്റ്റ് ആയിരുന്നു. യെസ്, അപ്പം ഈ മൂന്നാളായി കഴിഞ്ഞു. പിന്നെ ജെനറ്റിക് റീകോമ്പിനേഷൻ നടക്കാൻ പാടില്ല. സോ മൈഗ്രേഷൻ ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ ജീൻ ഫ്ലോ ഉണ്ടാവാൻ പാടില്ല, മ്യൂട്ടേഷൻ നടക്കാൻ പാടില്ല, ജെനറ്റിക് ഡ്രിഫ്റ്റ് നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ അഞ്ചാമത്തത്, ഞാൻ 5 എന്നല്ലേ പറഞ്ഞത്, നാച്ചുറൽ സെലക്ഷനും ഉണ്ടാവാൻ പാടില്ല, നടക്കാൻ പാടില്ല. ഈ പറയുന്ന 5 ആളുകളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് which of these factors is least likely to cause deviation from Hardy-Weinberg equilibrium. അപ്പം ഞാൻ ഈ പറഞ്ഞ 5 ഫാക്ടേഴ്സ് അല്ലാത്ത ഒരാളാണ് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ, അത് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് അല്ലെ? റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ സൈസ്, അത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ആളാണ്. ജീൻ ഫ്ലോ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടോ? ജീൻ ഫ്ലോ തീർച്ചയായിട്ടും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട്. ആൻഡ് ജെനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ടോ? ജെനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ട്. സോ ഇതിൽ ഇല്ലാത്തത് എന്ന് പറയുന്നത് ആര് മാത്രമാണ്? നമ്മളുടെ റിഡക്ഷൻ ഇൻ പോപ്പുലേഷൻ സൈസ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതൊരു ഹ്യൂമൻ ഫിസിയോളജിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഈസ് കോമൺ ബിറ്റ്വീൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആൻഡ് റീനൽ ട്യൂബ്യൂൾ? ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലൂടെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ റീനൽ ട്യൂബ്യൂളിലൂടെ എന്താ നടക്കുന്നത്? അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈ 2
സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അതില് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലൂടെ ആഫ്റ്റർ ഡൈജഷൻ ഗ്ലൂക്കോസ് ഈസ് അബ്സോർബ്ഡ് ത്രൂ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2023 അത് റാഷണലൈസ് ചെയ്തത്. അതിപ്പോ ടോപ്പിക്കിൽ ഇല്ലാത്തത്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡൈജഷനായിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനില്ലാത്ത, ഇപ്പം സിലബസിൽ ഇല്ലാത്ത ഒരു പാർട്ടായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, എങ്കിലും നമ്മൾ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലൂടെയാണ് എന്ത് നടക്കുക, അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കുക. അതേപോലെ റീനൽ ട്യൂബ്യൂൾസിലൂടെ, നെഫ്രോൺസിന്റെ ഡിഫറെന്റ് റീജിയൻസിലൂടെ എന്ത് നടക്കുന്നുണ്ട്, PCTയിലൊക്കെ ഗ്ലൂക്കോസ് റീഅബ്സോർബ് ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലൂടെയും റീനൽ ട്യൂബ്യൂളിലൂടെയും ഒരുപോലെ നടക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോട്ടണിയിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് പ്ലോട്ട് represent the change in the rate of photosynthesis with a leaf temperature for two plants P1 and P2. അതായത് നമുക്ക് തന്നിട്ടുള്ളത് P1 and P2 എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് തന്നത്. അതായത് ഫോട്ടോസിന്തസിസിലുള്ള അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇനി എന്താണ് ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. Which one of the following statement correctly describe the characteristics of P1 and P2 plants? അതായത് ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് P1 and P2 എന്ന് പറയുന്ന പ്ലാന്റുമായിട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് അറിയേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാലോ. സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ആ ഗ്രാഫ് എന്ന് നോക്കാം. ഗ്രാഫിൽ തന്നിട്ടുള്ളത് എക്സ് ആക്സിസിൽ ലീഫിന്റെ ടെമ്പറേച്ചർ ആണ്. അതായത് രണ്ട് പ്ലാന്റ്സിന്റെയും ലീഫിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. വൈ ആക്സിസിൽ നമുക്ക് തന്നിട്ടുള്ളത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പം എക്സ് ആക്സിസിൽ തന്നിട്ടുള്ളത് അതിന്റെ ടെമ്പറേച്ചറിന്റെ റേഞ്ചും വൈ ആക്സിസിൽ തന്നിട്ടുള്ളത് എന്താണ്, അതിന്റെ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ P1 എന്ന് പറയുന്ന പ്ലാന്റ് നോക്കിയേ. P1 എന്ന് പറയുന്ന പ്ലാന്റ് അതിന് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കാണിച്ചിട്ടുള്ളത് ഏകദേശം ഒരു 20 എന്ന് പറയുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ, അതായത് 20 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴാണ് P1 എന്ന് പറയുന്ന പ്ലാന്റ് അവിടെ എന്ത് കാണിച്ചിട്ടുള്ളത്, അതിന്റെ മാക്സിമം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ P2 എന്ന് പറയുന്ന പ്ലാന്റിലേക്ക് നോക്കിയേ. ഈ P2 എന്ന് പറയുന്ന പ്ലാന്റിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ ഹയസ്റ്റ് പൊസിഷൻ നോക്കുന്ന സമയത്ത് അത് 30യുടെയും 40യുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ വരുമ്പോഴാണ് എന്ത് കാണിച്ചിട്ടുള്ളത്, മാക്സിമം പ്രൊഡക്ഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ P1 എന്ന് പറയുന്ന പ്ലാന്റിന് അത്രയിൽ കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ മാക്സിമം പ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു ലോ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴാണ് കമ്പയർഡ് ടു P2. കാരണം P2 എന്താണ്, അതിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, P2വിന് പറ്റുന്നുണ്ട്. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റിലേക്കും വരാം. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പ്ലാന്റ് P1 ഈസ് എ C3 പ്ലാന്റ്. അതായത് നമുക്ക് തന്നിട്ടുള്ള P1 എന്ന് പറയുന്നത് എന്താന്നാ പറയുന്നത്, അതൊരു C3 പ്ലാന്റ് ആണ്. ഹാവിങ് ടെമ്പറേറ്റ് അഡാപ്റ്റേഷൻ, അത് എന്തിന്റെ അഡാപ്റ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്, ടെമ്പറേറ്റ് റീജിയനിലുള്ള അഡാപ്റ്റേഷൻ ആണ്. വേറാസ് പ്ലാന്റ് P2 ഈസ് എ C4 പ്ലാന്റ്. അത് പ്ലാന്റ് P2 എന്ന് പറയുന്നത് ഏതാണ്, C4 പ്ലാന്റ് ആണ്. അതിന് ട്രോപ്പിക്കൽ അഡാപ്റ്റേഷൻ ആണുള്ളത്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് P1 എന്ന് പറയുന്ന പ്ലാന്റ് C3 ആണ്, P2 എന്ന് പറയുന്നത് C4 ആണ്. ഒന്നിന് ടെമ്പറേറ്റ് റീജിയനിലും മറ്റേതിന് ട്രോപ്പിക്കൽ റീജിയൻ അഡാപ്റ്റേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് ബിയിലേക്ക് പോവാം. പ്ലാന്റ് P1 എന്ന് പറയുന്നത് ഇവിടെ C4 ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് ടെമ്പറേച്ചർ റീജിയനിലെ അഡാപ്റ്റേഷൻ തന്നെയാണ് പറയുന്നത്. അവിടെ C3 എന്നുള്ളത് എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഓപ്ഷൻ ബി എത്തുന്ന സമയത്ത് C4 എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ P2 എന്ന് പറയുന്നത് ഇവിടെ C3 ആയിട്ടുണ്ട്. അതിന് ട്രോപ്പിക്കൽ അഡാപ്റ്റേഷൻ, അത് നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. എന്ത് മാത്രം മാറ്റി, C3 ആണോ C4 ആണെന്നുള്ളത് മാത്രം മാറ്റിയിട്ടുള്ളൂ. അഡാപ്റ്റേഷൻസ് എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ്. ഇനി സിയിലേക്ക് നോക്കിയേ. P1 എന്ന് പറയുന്നത് C4 ആണ്, ട്രോപ്പിക്കൽ അഡാപ്റ്റേഷൻ ആണെന്ന് പറയുന്നുണ്ട്. P2 എന്ന് പറയുന്നത് ഏതാണ്, C3 ആണ്, അതിന് ടെമ്പറേച്ചറിന്റെ അഡാപ്റ്റേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഡി എന്ന് പറയുന്നതോ, P1 എന്ന് പറയുന്നത് C3 പ്ലാന്റ് ആണ്, അതിന് ട്രോപ്പിക്കൽ അഡാപ്റ്റേഷൻ ആണുള്ളത്. P2 എന്ന് പറയുന്നത് C4 പ്ലാന്റ് ആണ്, അതിന് ടെമ്പറേച്ചർ അഡാപ്റ്റേഷൻ ആണുള്ളത്. അപ്പൊ നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് അതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, തന്നിരിക്കുന്ന പ്ലാന്റില് അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും, C3 ആയിരിക്കും, മറ്റേത് എന്തായിട്ടാ വരിക, C4 പ്ലാന്റ് ആയിട്ടാണ് വരിക. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. യെസ്, നമ്മള്
ഫോട്ടോസിന്തസിസ് പഠിച്ച സമയത്ത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ് C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും. ഈ C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും നമ്മൾ അതിന്റെ C3 സൈക്കിളും C4 സൈക്കിളും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ C4 പ്ലാന്റ്സ് എന്ന് പറയുന്നതിന് അതിന് ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇവിടെ നമുക്ക് തന്ന ഗ്രാഫില് P2 എന്ന് പറയുന്നത് കൂടുതലും C4 ആയിട്ടുള്ള അല്ലെങ്കിൽ C4 പ്ലാന്റ് തന്നെയാണ്. കാരണം 30 to 40 ഡിഗ്രി സെൽഷ്യസിലാണ് ആര് ഹൈ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കാണിക്കുന്നത്, നമ്മുടെ പ്ലാന്റ് 2 കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് P1 അപ്പൊ ഏത് പ്ലാന്റ് ആവാനാണ് സാധ്യത കൂടുതൽ? C3 ആയിട്ടുള്ള പ്ലാന്റ് ആവാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് ടെമ്പറേറ്റ് ക്ലൈമാറ്റിനായിരിക്കോ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണോ ഇവർ കാണിക്കുന്നത് എന്നുള്ളതായിരിക്കും. അപ്പൊ C3 പ്ലാന്റ്സ് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക? അവർക്ക് C3 പ്ലാന്റ്സിന് എപ്പോഴും അതിന്റെ അഡാപ്റ്റേഷൻസ് ആയിട്ട് ഉണ്ടാവുന്നത് ടെമ്പറേറ്റ് അഡാപ്റ്റേഷൻ ആണ് ഉണ്ടാവുക, ആണല്ലോ. ദെൻ C4 പ്ലാന്റ്സിനോ ട്രോപ്പിക്കൽ, കാരണം ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? നമ്മുടെ C4 പ്ലാന്റ്സിനുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ എ തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് പ്ലാന്റ് P1 എന്ന് പറയുന്നത് ഇവിടെ C3 പ്ലാന്റ് ആണ്. നോക്കിയേ, ആ ഒരു ഗ്രാഫ് നോക്കിയേ, P1 എന്ന് പറയുന്നത് C3 തന്നെയാണ്. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? കുറവാണ്. അതായത് 20 എത്തുന്ന സമയത്ത് മാക്സിമം കാണിച്ചു കമ്പയർഡ് ടു P2. അപ്പൊ ഇവിടെ P1 എന്ന് പറയുന്നത് C3 പ്ലാന്റ്സ് ആണ്, അതിന് ടെമ്പറേച്ചർ അഡാപ്റ്റേഷൻസ് ആണ് ഉള്ളത്. ദെൻ P2 എന്ന് പറയുന്നത് എന്താണ്? അപ്പോ അതൊരു C4 പ്ലാന്റ് ആണ് വിത്ത് ട്രോപ്പിക്കൽ അഡാപ്റ്റേഷൻസ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഒരു ഗ്രാഫ് കാണുന്ന സമയത്തും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നന്നായിട്ട് ആ ഗ്രാഫൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്തിലേക്ക് എത്താൻ പറ്റും? നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. സോ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. യെസ്. അപ്പൊ ബോട്ടണി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് floral formula represents zygomorphic flower with diadelphous androecium and superior ovary. അതായത് നമുക്കൊരു 4 ഫ്ലോറൽ ഫോർമുലാസ് തന്നിട്ടുണ്ട്. അതില് ഇവര് പറയുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? അത് സൈഗോമോർഫിക് ആയിരിക്കണം, രണ്ടാമത്തത് ആൻഡ്രീഷ്യം ഡയാഡൽഫസ് കണ്ടീഷൻ ആയിരിക്കണം, ഓവറി സുപ്പീരിയർ ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ് കണ്ടീഷൻ എന്നും ഇതൊക്കെ ഏതൊക്കെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോറൽ ഫോർമുലയിൽ ഇവരെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞാലല്ലേ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. യെസ്. അപ്പോ സൈഗോമോർഫിക്കും ഉണ്ട് ഫ്ലവേഴ്സ്, ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ മോണോഡൽഫസ് കണ്ടീഷൻ ഉണ്ട്, ഡയഡൽഫസ് കണ്ടീഷൻ ഉണ്ട്, പോളി അഡൽഫസ് കണ്ടീഷൻ ഉണ്ട് ആർക്ക്? ആൻഡ്രീഷ്യത്തിന്. ദെൻ ഓവറി തന്നെ ഉണ്ട്, സുപ്പീരിയർ ഓവറി ഉണ്ട്, ഇൻഫീരിയർ ഓവറി ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ലെറ്റേഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്ക് എത്താൻ പറ്റും. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് നോക്കിക്കേ. ഇതില് 3 ഓപ്ഷൻസിൽ ഈ ഒരു സൈഗോമോർഫിക് കണ്ടീഷനും ഒന്നിലൊരു ആക്ടിനോമോർഫിക് കണ്ടീഷനാണ് തന്നിട്ടുള്ളത് അല്ലെ. അതായത് ബി എന്ന് പറയുന്ന ഫ്ലോറൽ ഫോർമുല നോക്കുന്ന സമയത്ത് അവിടെ തന്നിട്ടുള്ള സിമെട്രി എന്ന് പറയുന്നത് ഏതാണ്? അത് ആക്ടിനോമോർഫിക് ആയിട്ടുള്ള സിമെട്രി ആണ് അല്ലെ. അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് എന്ത് ചെയ്യാം? ബി എ അവിടെ എലിമിനേറ്റ് ചെയ്യാം. അതായത് 4 ഓപ്ഷൻസിൽ നമുക്ക് അത് ആക്ടിനോമോർഫിക്കിന്റെയും സൈഗോമോർഫിക്കിന്റെയും മനസ്സിലായതുകൊണ്ട് നമുക്ക് ബി അവിടെ എന്ത് ചെയ്യാം? നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ മതി അല്ലെ. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു? നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്തായിരിക്കണം? സൈഗോമോർഫിക് ആയിരിക്കണം
അല്ലേ? പ്ലാന്റ്സ് സൈഗോമോർഫിക് സിമ്മട്രി ആയിരിക്കണം, ഡയഡൽഫസ് ആയിട്ടുള്ള ഡയഡൽഫസ് കണ്ടീഷൻ ആയിരിക്കണം അല്ലേ? ഡയഡൽഫസ് ആൻഡ്രീഷ്യം ആയിരിക്കണം, സുപ്പീരിയർ ഓവറിയും ആയിരിക്കണം. സൈഗോമോർഫിക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണല്ലോ? യെസ്. ഇനി ആൻഡ്രീഷ്യം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് എ ആണ്. ഇനി ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡയഡൽഫസ് കണ്ടീഷൻ ആയിരിക്കണം എന്നുള്ള കേസാണ് അല്ലെ? ഡയഡൽഫസ് കണ്ടീഷൻ ആയിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഡയഡൽഫസ് കണ്ടീഷൻ? ഡയഡൽഫസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡയഡൽഫസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേമൻസ് ഇവിടെ രണ്ട് ബ്രാഞ്ച് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ബണ്ടിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റേമൻസ് എല്ലാം ഒരുമിച്ച് കണ്ടാൽ അത് മോണോഡൽഫസ് കണ്ടീഷൻ ആണ്. മൊത്തം സ്റ്റേമൻസ് രണ്ട് ബണ്ടിലായിട്ട് കാണുകയാണെങ്കിൽ എന്താണ്? അത് ഡയഡൽഫസ് കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്തതിൽ ഇപ്പം സ്റ്റേമൻ ഒന്നേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 എന്ന് എഴുതും. ഇനി 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 2 എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുക? സ്റ്റേമനെ റെപ്രസെന്റ് ചെയ്യുക. ഇനി ഒരു ഡയഡൽഫസ് കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? എ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? യെസ്, ഡയഡൽഫസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു 4 സ്റ്റേമൻ ഉണ്ടെന്ന് വിചാരിക്കാം. അത് 4 സ്റ്റേമൻസ് ഡയഡൽഫസ് കണ്ടീഷനിലായിരിക്കുന്ന സമയത്ത് നമുക്ക് 2+2 എന്നുള്ള കണ്ടീഷനിലാണ് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം അതെന്താണ്? അവിടുത്തെ സ്റ്റേമൻ ഡയഡൽഫസ് കണ്ടീഷനിലാണ്. മനസ്സിലായോ? ഡയഡൽഫസ് കണ്ടീഷൻ എങ്ങനെയാണ് ഫ്ലോറൽ ഫോർമയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം ക്ലിയർ ആയോ? യെസ്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ ഏതാണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ഞാൻ അതിലേക്ക് നമ്മൾ നോക്കുന്നേ ഇല്ല. ഇനി നമ്മുടെ കയ്യിലുള്ളത് 3 ഓപ്ഷൻസ് ആണ്. ആ 3 ഓപ്ഷൻസിൽ ഏതാ വരിക നോക്കാം. ഫസ്റ്റ് എ ഓപ്ഷൻ നോക്കിയേ. എ ഓപ്ഷനിൽ ആൻഡ്രീഷ്യൻ 9+1 എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ഇനി ബി നോക്കുന്നില്ല. സി നോക്കിയേ. സിയിൽ എന്താണ്? ആൻഡ്രീഷ്യൻ എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട്, അതായത് ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു സിമ്പിൾ കാണിക്കുന്നത്. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുന്ന സമയത്ത് A2 മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമായല്ലോ. അതായത് ബാക്കിയുള്ള ഒരു കണ്ടീഷനിലും എന്തല്ല? ആൻഡ്രീഷ്യം ഡയഡൽഫസ് കണ്ടീഷനിലല്ല നിൽക്കുന്നത്. ഓപ്ഷൻ എയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഡയഡൽഫസ് കണ്ടീഷനിൽ നിൽക്കുന്നത്. അതായത് A 9+1 എന്നുള്ള കണ്ടീഷനിൽ. ക്ലിയർ? അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? അതായത് സൈഗോമോർഫിക് ആണോ എ എന്ന് പറയുന്ന ഓപ്ഷൻ? യെസ്, സൈഗോമോർഫിക് ആണ്. ഡയഡൽഫസ് കണ്ടീഷൻ ആണ്. ഓവറി ജി എന്ന് പറയുന്നത് സുപ്പീരിയർ ആയിട്ടുള്ള ഓവറി ആണ്. അപ്പൊ മനസ്സിലായല്ലോ? ഫ്ലോറൽ ഫോർമുല കറക്റ്റ് ചെയ്താന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ അറിഞ്ഞാൽ മതിയായിരുന്നു, ഡയഡൽഫസ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാരണം ബാക്കിയൊക്കെ എന്താണ്? മോണോഡൽഫസ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബോട്ടണിയിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is produced by a plant during photosynthesis with far red light? അതായത് ഈ ഒരു ഫാർ റെഡ് ലൈറ്റിലുള്ള സമയത്ത് എന്തൊക്കെയാണ് ഫോട്ടോസിന്തസിസ്, അതായത് ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാ? ATP, NADPH പ്ലസ് H+. അതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നതോ ഓൺലി ATP മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് NADPH H+ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൺലി NADPH മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following are produced by a plant during photosynthesis with far red light? അതായത് വിത്ത് ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും ചിന്തിക്കേണ്ടി വരില്ല, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. പക്ഷെ വിത്ത് ഫാർ റെഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. കാരണം ഫാർ റെഡ് ലൈറ്റിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ എന്താണെന്നുള്ളത്. യെസ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഫാർ റെഡ് റീജിയനിലുള്ള സമയത്ത് ഫോട്ടോസിന്തസിസിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഫാർ റെഡ് എന്ന് പറയുന്നത് എന്താ? അത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഫാർ റെഡിന്റെ വേവ് ലെങ്ത് ഗ്രേറ്റർ ദാൻ 680 നാനോമീറ്റർ ആയിരിക്കും അല്ലേ? അതായത് ഫാർ റെഡ് റീജിയൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 680 നാനോമീറ്ററിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ,
ഈ 680 നാനോമീറ്ററിന് കൂടുതലുള്ള സമയത്ത് നമ്മുടെ PS1 ആണോ അല്ലെങ്കിൽ നമ്മുടെ PS2 ആണോ ഇവിടെ ആക്ട് ചെയ്യുക? ഇതിൽ ഏതിനാണ് ഈ ഒരു ഗ്രേറ്റർ ദാൻ 680 നാനോമീറ്ററിൽ ആക്ട് ചെയ്യാൻ പറ്റുക? യെസ്, വെരി ഗുഡ്. ആർക്കായിരിക്കും ചെയ്യാൻ വേണ്ടി പറ്റുക? നമ്മുടെ PS1 മാത്രം അല്ലെ? എന്തുകൊണ്ടാ PS1 മാത്രം ചെയ്യാൻ പറ്റുന്നത്? PS1 മാത്രം ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താ? 700 നാനോമീറ്റർ ആണ് അല്ലെ? അതായത് ഈ 700 നാനോമീറ്റർ വരെ ആർക്ക് മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ? PS1 മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ PS1 ഫോട്ടോസിന്തറ്റിക് സൈക്കിൾ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ PS1 മാത്രമാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തു മാത്രമായിരിക്കും? ഇത്, അതായത് PS1 ഫോട്ടോസിന്തസിസ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ATP മാത്രമായിരിക്കും. അവിടെ എന്ത് ഫോം ചെയ്യില്ല? NADPH ഫോർമേഷൻ നടക്കില്ല. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യനിൽ നമുക്ക് ATP മാത്രമുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. യെസ്, ഓപ്ഷൻ ബി ഉണ്ട്, ഓൺലി ATP. അപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് അവിടെ ഫാർ റെഡ് കൊടുത്തത്? നിങ്ങളൊന്ന് ചിന്തിക്കണം. PS1 വർക്ക് ചെയ്യോ, PS2 വർക്ക് ചെയ്യോ, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യോ എന്ന്. കാരണം ഇത് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പ്രൊഡക്ട്സിൽ എന്തുണ്ട്? വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ PS1 മാത്രം വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആര് മാത്രമേ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ? ഓൺലി ATP മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഇന്ററാക്ടിങ് സ്പീഷീസ് ടു ദ കറസ്പോണ്ടിങ് നെയിം ഓഫ് ഇന്ററാക്ഷൻസ്. അതായത് നമ്മൾ ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ററാക്ടിങ് സ്പീഷീസും തന്നിട്ടുണ്ട്, അതിന്റെ നെയിം ഓഫ് ഇന്ററാക്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ എക്സാമ്പിൾസ് നോക്കിയിട്ട് ഏതൊക്കെയാണ് ഇതിൽ ഇന്ററാക്ഷൻ എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. ഫസ്റ്റ് തന്നിട്ടുള്ളത് ഹെർബിവോർസ് ആൻഡ് പ്ലാന്റ്സ്, സെക്കൻഡ് കുക്കു ആൻഡ് ക്രോ, then C, anemone and clownfish, and last one is our fungus and cyanobacteria. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് മ്യൂച്വലിസം, റിഡാക്ഷൻ, പാരസൈറ്റിസം ആൻഡ് കൊമൻസാലിസം. അപ്പൊ ഇത് കാണുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്താ? ലൈക്കൺ എന്ന് പറയുന്നത് എപ്പോഴും ഏത് ഇന്ററാക്ഷനിലാണ് വരിക? മ്യൂച്വലിസം. കാരണം ചെറിയ ക്ലാസ്സുകളിൽ മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോട്ടിസം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ലൈക്കൺ എന്ന് പറയുന്നത് മ്യൂച്വലിസത്തിനുള്ള എക്സാമ്പിൾ ആണെന്ന് നമുക്കറിയാം. ഇനി അത് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കിയാലോ ആദ്യം. അതായത് 4 എന്ന് പറയുന്നത് A ഓപ്ഷൻ. നമ്മൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. എല്ലാത്തിലും 4 അല്ലെങ്കിൽ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റിലും എന്താണ്? 4th A തന്നെയാണ്. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അതായത് ഹെർബിവോർസ് ആൻഡ് പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സ് ഹെർബിവോർസും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു റിഡാക്ഷൻ ആയിട്ടാണ് വരിക. കാരണം ഹെർബിവോർസ് ആരെയാണ് ഭക്ഷണമാക്കുന്നത്? ഇവിടെ പ്ലാന്റ്സിനെ. അപ്പൊ ഹെർബിവോർസ് ആൻഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏതിലേക്ക് പോകും? ബി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകും. ദെൻ കുക്കു ആൻഡ് ക്രോ, അതായത് കാക്കയും കുയിലും തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, അതും നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പല കഥകളൊക്കെ കേട്ടിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്ന ഇന്ററാക്ഷനിലേക്കാണ് ആര് വരുന്നത്? കുക്കു ആൻഡ് ക്രോ. ബ്രൂഡ് എന്നില്ലെങ്കിൽ ഇവിടെ എന്തുണ്ട്? പാരസൈറ്റിസം കൊടുത്തിട്ടുണ്ട്. അപ്പം കുയിലും കാക്കയും വരുന്നത് ഏത് ഇന്ററാക്ഷനിലാണ്? പാരസൈറ്റിസം എന്ന് പറയുന്ന ഇന്ററാക്ഷനിലാണ്. ഇനി തേർഡ് വൺ സി അനിമോൺ ആൻഡ് ക്ലോൺ ഫിഷ്. ഇവര് വരുന്നത് കൊമൻസാലിസം എന്ന് പറയുന്ന ഇക്കോളജിക്കൽ ഇന്ററാക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് കിട്ടിയല്ലോ. അപ്പം ഹെർബിവോർസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബി, അതായത് ഫസ്റ്റ് ബി വരുന്ന ഓപ്ഷൻസ് ഉണ്ടോ? യെസ്, ഫസ്റ്റ് ബി വരുന്ന ഓപ്ഷൻ ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ കുക്കു ആൻഡ് ക്രോ എന്ന് പറയുന്നത് സി, സെക്കൻഡ് സി ഓപ്ഷൻ. ഫസ്റ്റ് ബി വേണം, സെക്കൻഡ് സി വേണം. ദെൻ തേർഡ് വരുന്നത് ഡി ആണ്, തേർഡ് ഡി ആണ്, ഫോർത്ത് എ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? അതായത് ആ ഇക്കോളജി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാമ്പിൾസും ആ ഒരു ഇന്ററാക്ഷനും അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇൻ പ്ലാന്റ്സ് അമോണിയം അയോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ protonation of ammonia. Which enzyme uses this ammonium ion to convert an alpha keto acid into an amino acids?
സോ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു പോർഷനിലുള്ളതാണ്. അതായത് ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്, അമോണിയം അയേണിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു അമിനോ ആസിഡ് ആൽഫ കീറ്റോ ആസിഡ് ആയിരുന്നു അമിനോ ആസിഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. അതിന്റെ എൻസൈമിന്റെ പേര് മാത്രമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷനിൽ ആര് കിടക്കുന്നുണ്ട്, നൈട്രോജിനേസ് എൻസൈം കിടക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം നൈട്രോജിനേസ് അല്ല ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് അല്ലെ. കാരണം നൈട്രോജിനേസ് എന്താ ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ കൺവേർട്ട് ചെയ്തിട്ട് അമോണിയം അയോൺസുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആര്, നൈട്രോജിനേസ് എൻസൈം. അപ്പൊ അതിന് നമുക്ക് ഒഴിവാക്കാം. ദെൻ ട്രാൻസ് അസൈറ്റൈലേസ് ആണ് വരുന്നത്. ട്രാൻസ് അസൈറ്റൈലേസ് എന്ന് പറയുന്നത് അത് ആൽഫ കീറ്റോ ആസിഡിൽ നിന്നും ഒരു അമിനോ ആസിഡ്സിന് ഉണ്ടാക്കുന്നില്ല. അത് ചെയ്യുന്ന ആള് നമ്മുടെ ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ്. അതായത് ഈ ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മളുടെ അമോണിയം അയോണിൽ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ആൽഫ കീറ്റോ ആസിഡിൽ നിന്നും ഒരു അമിനോ ആസിഡ്സിനെ ഉണ്ടാക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഓക്കെ, അപ്പം നൈട്രജൻ ഫിക്സേഷൻ എന്നുള്ള പോർഷന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് is not an asexual reproductive structure? അതായത് നമുക്ക് 4 ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്നതില് ഏതാണ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ, ആയതല്ല. അപ്പൊ അല്ലാത്തത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ കൊനീഡിയ ഓഫ് പെൻസീലിയം, കൊനീഡിയ, സൂസ്പോർ, പ്ലാനോസ്പോസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൊനീഡിയ ഓഫ് പെൻസീലിയം ആണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നത് ഐസോഗാമേറ്റ്സ് ഓഫ് ക്ലാഡോഫോറ. ദെൻ മൂന്നാമത്തത് സൂസ്പോർസ് ഓഫ് ക്ലമൈഡോമോണാസ് ആൻഡ് ഡി എന്ന് പറയുന്നത് ജമ്മ്യൂൾസ് ഇൻ സ്പോഞ്ച്. അപ്പൊ ഈ 4 ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കൊനീഡിയ എന്ന് പറയുന്നത് എന്താണ്, അതൊരു അസെക്ഷൽ സ്പോർ ആണ്. സൂസ്പോർ എന്ന് പറയുന്നതും എന്താണ്, അതൊരു അസെക്ഷൽ സ്പോർ ആണ്. ജമ്മ്യൂളും എന്താണ്, ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷെ ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഐസോഗാമേറ്റ് ഓഫ് ക്ലാഡോഫോറ, ഈ ഐസോഗാമേറ്റ് ഓഫ് ക്ലാഡോഫോറ എന്ന് പറയുന്നത് അതൊരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ല. കാരണം എന്താ, ഐസോഗാമീറ്റ്, അതായത് ഗാമീറ്റ് ആണ് ഫോം ചെയ്യുന്നുണ്ട്, അതിന്റെ ഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത് എന്തില്, ക്ലാഡോഫോറയില്. അപ്പൊ അത് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഐസോഗാമീറ്റ്സ് ഓഫ് ക്ലാഡോഫോറയാണ്. അതെന്തല്ല, അതൊരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ല, മറിച്ച് ഒരു സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലേക്ക് വരുന്നതാണ്. ഓക്കെ അല്ലേ, പെട്ടെന്ന് കിട്ടിയല്ലോ, കാരണം ഐസോഗാമീറ്റ്സ് അവിടെ തന്നെ തരുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഇവന്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് മിയോസിസ്. അതായത് നമ്മുടെ മിയോസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 4 സ്റ്റെപ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് which of the following is the correct sequence of the events during meiosis. അപ്പൊ തന്നിരിക്കുന്ന 4 സ്റ്റേജിൽ ഈ മിയോസിസ് നടക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സീക്വൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് ആദ്യം നോക്കിയാലോ. ഫസ്റ്റ് വൺ, അപ്പിയറൻസ് ഓഫ് റീകോമ്പിനന്റ് നൊഡ്യൂള. ഒന്നാമത് തന്നിരിക്കുന്നത് റീകോമ്പിനന്റ് നൊഡ്യൂൾ ആണ്. രണ്ടാമത് തന്നിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് മിയോട്ടിക് സ്പിൻഡിലാണ്. മൂന്നാമത് തന്നിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് കയാസ്മേറ്റ. ദെൻ നാലാമത്തത് ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. അപ്പൊ ഈ ഒരു 4 കാര്യങ്ങൾ സ്റ്റേജസ് വായിക്കുന്ന സമയത്ത് ഇത് എവിടേക്കാണ് എന്തൊക്കെയാണെന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് വരുന്നില്ലേ? വരണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം എഴുതാം. ഒന്നാമതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് റീകോമ്പിനന്റ് നൊഡ്യൂള്. രണ്ടാമതായിട്ട് നമുക്ക് തന്നിട്ടുള്ള സാധനമാണ് മിയോട്ടിക് സ്പിൻഡിൽ, അതായത് ഫോർമേഷൻ ഓഫ് മിയോട്ടിക് സ്പിൻഡിൽ. ഫോർമേഷൻ ഓഫ് മിയോട്ടിക് സ്പിൻഡിൽ. മൂന്നാമതായിട്ട് എന്താ തന്നിട്ടുള്ളത്? മൂന്നാമതായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് കയാസ്മേറ്റ ഫോർമേഷൻ. നാലാമതായിട്ട് നമുക്ക് തന്നിട്ടുള്ള സാധനമാണ് എന്താ? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ഇത് 4 എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 4 എണ്ണത്തില് മിയോസിസ് നമുക്കറിയാം, മിയോസിസ് 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുക. മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2 എന്ന് പറയുന്നത് അല്ലെ.
അപ്പം ഈ മിയോസിസ് 1 തന്നെ 4 സ്റ്റെപ്പ്, നമ്മൾ മൈറ്റോസിസ് ഒക്കെ പഠിച്ച പോലെ ഇതിനും 4 സ്റ്റെപ്പ് ഉണ്ട്. പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടെലോഫേസ് 1. പക്ഷേ മിയോസിസിന്റെ കേസ് എത്തുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടുള്ളത് അതിന്റെ പ്രോഫേസ് 1-നാണ്. കാരണം പ്രോഫേസ് 1-ൽ എത്ര സ്റ്റേജ് ഉണ്ട്, സബ് സ്റ്റേജ് ഉണ്ട്? 5 സബ് സ്റ്റേജസ് ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ പ്രോഫേസ് 1-ല് നമ്മൾ പ്രോഫേസ് 1 ഒന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രോഫേസ് 1-ല് ഫസ്റ്റ് ഫേസ് ആണ് എന്ത്? ലെപ്റ്റോട്ടീൻ, ദെൻ സൈഗോട്ടീൻ, ദെൻ പാക്കിറ്റീൻ, ഫോർത്ത് വൺ ഡിപ്ലോട്ടീൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് അവർ ഡയാകൈനസിസ്. ഇത് 4 എന്താ 5 പ്രോഫേസ് 1-ലുള്ള സബ് സ്റ്റേജസ് എന്ന് പറയുന്നത്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. അപ്പം ഞാൻ ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റിൽ നോക്കുന്ന സമയത്ത് ഇതില് റീകോമ്പിനന്റ് നൊഡ്യൂള് ഏത് ഫേസിലാണ് ഫോം ചെയ്യാറുള്ളത്? അതായത് റീകോമ്പിനേഷൻ സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏത് ഫേസ് ആയിരുന്നു? യെസ്, പാക്കറ്റിലാണ് എന്ത് നടക്കുന്നത്? റീകോമ്പിനന്റ് നൊഡ്യൂൾ ഉണ്ടാവുക. കാരണം അവിടെ വെച്ചിട്ടാണ് റീകോമ്പിനേഷൻസ് നടക്കുന്നത് അല്ലെ. നമ്മൾ എപ്പോഴും എക്സാമിനൊക്കെ, നിങ്ങൾ ബോർഡ് എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് റീകോമ്പിനേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പാക്കിറ്റീൻ സ്റ്റേജിലാണ്. അപ്പൊ റീകോമ്പിനേഷൻ നൊഡ്യൂൾ എവിടെയാണ് ഫോം ചെയ്യുക? പാക്കിറ്റീൻ സ്റ്റേജിലാണ്. ദെൻ മിയോട്ടിക് സ്പിൻഡിൽ എപ്പോൾ ഫോം ചെയ്താൽ മതി? അതായത് മെറ്റാഫേസിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മളെ ക്രോമസോംസിനെ മെറ്റാസെൻട്രിക് പ്ലേറ്റിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സമയം ആകുമ്പോഴത്തേന് ആര് മതി? മിയോട്ടിക് സ്പിൻഡിൽ മതി. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഫേസിലേക്ക് ആര് മതി? നമ്മുടെ മിയോട്ടിക് സ്പിൻഡിൽ. അപ്പം പ്രോഫേസിന്റെ എൻഡിൽ കേട്ടോ, എൻഡ് ഓഫ് പ്രോഫേസ്. ദെൻ കയാസ്മേറ്റ ഫോർമേഷൻ വീണ്ടും നമ്മൾ പറയുന്നു ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് നടക്കുക. ദെൻ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എവിടെയാ ഫോം ചെയ്യുന്നത്? നമ്മുടെ സൈഗോട്ടീൻ സ്റ്റേജിൽ വെച്ചിട്ടാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുക. കാരണം അവിടെ വെച്ചിട്ടാണ് ഇത് പെയറിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഏകദേശം ഇവിടെ. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞേ. ഫസ്റ്റ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് വരുന്നു, രണ്ടാമത്തേത് റീകോമ്പിനന്റ് നൊഡ്യൂൾ വരുന്നു, മൂന്നാമത്തേത് കയാസ്മേറ്റ വരുന്നു, നാലാമത്തേത് മിയോട്ടിക് സ്പിൻഡിൽ വരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതായത് 4, 1, 3, 2. നമുക്ക് ആൻസറിലേക്ക് നോക്കിയാലോ ഇങ്ങനെ വരുന്നുണ്ടോന്ന്. ഫസ്റ്റ് ആര് വരുന്നെന്ന് പറഞ്ഞാൽ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് 4 ഫസ്റ്റ് വരണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് റീകോമ്പിനന്റ് നൊഡ്യൂൾ 1 ആണ്. ദെൻ 3 വരണം, ദെൻ 2 വരണം. അതായത് ഫോർമേഷൻ ഓഫ് മിയോട്ടിക് സ്പിൻഡിൽ ലാസ്റ്റ് വരണം. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി ആണ് അല്ലെ. സി എന്ന് പറഞ്ഞാൽ 4 നമ്മുടെ ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്, അതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ദെൻ 1 എന്ന് പറയുന്നത് അപ്പിയറൻസ് ഓഫ് റീകോമ്പിനന്റ് നൊഡ്യൂള്, അത് കഴിഞ്ഞിട്ട് 3 എന്ന് പറയുന്നത് കയാസ്മേറ്റ, ദെൻ 2 എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മിയോട്ടിക് സ്പിൻഡിൽ. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നിങ്ങളുടെ ആ മിയോസിസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എൻറ്റയർ പ്രോസസ്സ് പഠിച്ചിട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓരോ സ്റ്റേജസ് മനസ്സിലാക്കുക, ഓരോ സ്റ്റേജസിലും വരുന്ന മേജർ സ്റ്റെപ്സുകൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. The figure 1 represent 2 categories of animals, X and Y, with respect to their response to the external environment. The figure 2 represent 2 broad categories of animals, type A and type B, with respect to their body surface area to volume ratio. അപ്പൊ നമുക്ക് 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒന്നില് അത് എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് ആ സ്പീഷീസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതും, രണ്ടാമത്തത് തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് ഇതിന്റെ സ്പീഷീസ് ഏരിയ, അതിന്റെ വോളിയം ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് കോമ്പിനേഷൻ മോസ്റ്റ് സ്യൂട്ടബിളി റെപ്രസെന്റ് ദ ഫോളോയിങ് ആനിമൽസ് ഇൻ ദ ഓർഡർ ഹമ്മിങ് ബേർഡ്, ക്രൊക്കഡൈൽ, ഫ്രോഗ്, പോളാർ ബിയർ. അതായത് ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് ഇതിന്റെ കറക്റ്റ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഓർഡർ ഏതാണെന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ അതിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലോട് എങ്ങനെയാണ് ആ ഒരു ഓർഗാനിസം റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതും, രണ്ടാമത്തത് അതിന്റെ സർഫസ് ഏരിയ വോളിയത്തിന്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗാനിസം ആണ് തന്നിട്ടുള്ളതെന്ന് എഴുതി വെച്ചേക്കാം. ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുള്ളത് ഹമ്മിങ് ബേർഡ് ആണ്. കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതാം കേട്ടോ. ഹമ്മിങ് ബേർഡ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ക്രൊക്കഡൈൽ ആണ്, പിന്നെ ഫ്രോഗ്, ലാസ്റ്റ് വൺ ഈസ് അവർ പോളാർ ബിയർ.
ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 4 ആൾക്കാരെ ആണെന്നുള്ള കാര്യം മനസ്സിലേക്ക് വരിക. ഇനി നമ്മൾ ആ ഗ്രാഫിലേക്ക് ഒന്നുകൂടെ പോവാം. ഗ്രാഫില് ഫസ്റ്റ് ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ നിങ്ങള്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സ് ആക്സിസിൽ നമുക്ക് തന്നിട്ടുള്ളത് എക്സ്റ്റേണൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദെൻ ഇന്റേണൽ ടെമ്പറേച്ചർ വൈ ആക്സിസിൽ തന്നിട്ടുണ്ട്. എക്സ് എന്ന് വൈ എന്ന് പറയുന്നത് രണ്ട് 2 കാറ്റഗറീസ് ഓഫ് ആനിമൽസ് ആണെന്ന് വന്നിട്ടുണ്ട്. അതിൽ എക്സ് എന്ന് പറയുന്നത് നോക്കിയേ, എക്സ്റ്റേണൽ ടെമ്പറേച്ചർ എങ്ങനെ തന്നെയാണെങ്കിലും അതിന്റെ ഇന്റേണൽ ടെമ്പറേച്ചറിന് എന്തെങ്കിലും വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ളത് നമ്മളൊരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏതില്? നമ്മുടെ എക്കോളജി എന്ന് പറയുന്ന ഒരു പോർഷനില്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമ്മുടെ വൈ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഓഫ് ആനിമൽസിനെ നോക്കിയേ. അതായത് എക്സ്റ്റേണൽ ടെമ്പറേച്ചറിനനുസരിച്ച് ആർക്ക് വേരിയേഷൻസ് വരുന്നുണ്ട്? വൈക്ക് ഇവിടെ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഗ്രാഫ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് റെഗുലേറ്റേഴ്സ് ആണ്. വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺഫേമേഴ്സ് ആയിരിക്കും, അല്ലെ? അപ്പൊ ഈ റെഗുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മുടെ എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചത് ആരൊക്കെയായിരുന്നു? ബേർഡ്സും മാമൽസും, അല്ലേ? ഓക്കെ, അപ്പം വൈ എന്ന് പറയുന്നത് അവിടെ കൺഫേമേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ക്ലൂ കിട്ടിയല്ലോ. നമുക്കൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. എക്സ് എന്ന് പറയുന്നത് ഗ്രാഫ് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ദേ ആർ റെഗുലേറ്റേഴ്സ്. എക്സ് എന്ന് പറയുന്നത് റെഗുലേറ്റേഴ്സ് ആണ്. വൈ എന്ന് പറയുന്നത് കൺഫേമേഴ്സ് ആണ്. റെഗുലേറ്റേഴ്സിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ബേർഡ്സ്, മാമൽസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെയാ ബേർഡ്സ് ഉള്ളത്? ഹമ്മിങ് ബേർഡ് അപ്പൊ ഏത് കാറ്റഗറിയിലാ വരിക? യെസ്, ഹമ്മിങ് ബേർഡ് എന്നത് റെഗുലേറ്റർ കാറ്റഗറിയിലാണ് വരിക. അപ്പൊ നമുക്കിവിടെ എക്സ് എന്ന് എഴുതാം. ദെൻ ക്രൊക്കഡൈൽ എന്ന് പറയുന്നത് മാമൽ കാറ്റഗറിയിൽ വരില്ല, ബേർഡ് കാറ്റഗറിയിൽ വരില്ല, ഫ്രോഗും വരുന്നില്ല, പിന്നെ പോളാർ ബിയർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിസംസിൽ ഹമ്മിങ് ബേർഡ്സും പോളാർ ബിയറും ഏതിൽ വരുന്നതാണ്? റെഗുലേറ്റേഴ്സിൽ വരുന്നതാണ്. ദെൻ ക്രൊക്കഡൈലും ഫ്രോഗും അപ്പൊ ഏതിലാണ് വരുന്നത്? യെസ്, കൺഫേമേഴ്സിൽ വരുന്ന ആൾക്കാരാണ് ക്രൊക്കഡൈലും ഫ്രോഗും. അപ്പൊ മനസ്സിലായല്ലോ അവിടെ എക്സ് വൈ എന്തൊക്കെയാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് റെഗുലേറ്റേഴ്സ് ആണ്, ക്രൊക്കഡൈൽ ഇവിടെ കൺഫേമേഴ്സ് ആണ്, ഫ്രോഗ് ഇവിടെ കൺഫേമേഴ്സ് ആണ്, പോളാർ ബെയർ എന്താണ്? വീണ്ടും റെഗുലേറ്റേഴ്സ് ആണ്. ഇനി അടുത്ത ഗ്രാഫിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഗ്രാഫ് പറഞ്ഞിട്ടുള്ളത് സർഫസ് ഏരിയ വോളിയം. അപ്പൊ നോക്കുന്ന സമയത്ത് ടൈപ്പ് എ എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ള വോളിയം ആണ് ഉള്ളത്, അതായത് ഹൈ ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ കാണുന്നത്. ഈ ടൈപ്പ് ബി എന്ന് പറയുന്നത് എന്താണ്? ലോ ആണ്. അപ്പം ഹൈ ഏരിയ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക അതെന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ ഓർഗാനിസംസ് ആയിരിക്കും. അപ്പൊ ടൈപ്പ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാർജ് ഓർഗാനിസംസ് ആയിരിക്കും, അല്ലെ? അപ്പം ഇതില് നമുക്ക് തന്നിരിക്കുന്ന ഇതില് സ്മോൾ ഓർഗാനിസംസ് ഏതൊക്കെയാണ്? സോറി, ഒന്നുകൂടെ നമുക്ക് ഇതിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. അതായത് ടൈപ്പ് എ എന്ന് പറയുന്നത് സ്മോൾ ഓർഗാനിസം ആയിരിക്കും. ടൈപ്പ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാർജ് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. അതൊന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ടൈപ്പ് എ എന്ന് പറയുന്നത് സ്മോൾ ഓർഗാനിസം ആയിരിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞല്ലോ. അതായത് അതിന്റെ ഏരിയ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ടൈപ്പ് എ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, ടൈപ്പ് ബി എന്ന് പറയുന്നത് ഇപ്പൊ എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അപ്പൊ ഇത് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് ടൈപ്പ് എയിൽ വരുമോ ടൈപ്പ് ബിയിൽ വരുമോ? അതായത് ടൈപ്പ് എ എന്ന് പറയുമ്പോൾ സ്മോൾ ആണ്. യെസ്, ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. അപ്പം എക്സ് എ ആണ് വരുന്നത്. ക്രൊക്കഡൈൽ സ്മോൾ ആണോ ലാർജ് ആണോ? യെസ്, ക്രൊക്കഡൈൽ ലാർജിൽ വരുന്നത് കൊണ്ട് നമുക്ക് ബി കാറ്റഗറിയിലേക്ക് പോവാം. ദെൻ ഫ്രോഗ് എന്ന് പറയുന്നത് സ്മോൾ ആയതുകൊണ്ട് എ തന്നെ വരുന്നുണ്ട്. പോളാർ ബെയർ ലാർജ് ആണ്, ബി. ഇങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. എക്സ് എ, വൈ ബി, വൈ എ, എക്സ് ബി. അപ്പൊ ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതായത് ആദ്യം നമ്മൾ നോക്കിയത് റെഗുലേറ്റേഴ്സ് ആണോ കൺഫേമേഴ്സ് ആണോ നോക്കി. രണ്ടാമത്തത് സൈസ് ഓഫ് ദ ഓർഗാനിസം, അതായത് സ്മോൾ ആണോ ലാർജ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് നോക്കിയാൽ മനസ്സിലായിട്ടുണ്ട്? തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻസിലേക്ക് എക്സ് എ, വൈ ബി, വൈ എ, എക്സ് ബി, അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. അവിടെ എക്സ് എന്ന് പറയുന്ന ഹമ്മിങ് ബേർഡ് ആണ്, റെഗുലേറ്റർ ആണ്, അത് സ്മോൾ ആണ്, അതാണ് എക്സ് എ വന്നിട്ടുള്ളത്. രണ്ടാമത്തത് ക്രൊക്കഡൈൽ ആണ്. ക്രൊക്കഡൈൽ എന്ന് പറയുന്നത് എന്താണ്? ദി ആർ കൺഫേമേഴ്സ് ആണ്, പക്ഷെ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയതുകൊണ്ട് നമ്മൾ ബി എന്ന് പറഞ്ഞു. ദെൻ വീണ്ടും വന്നത് ഫ്രോഗ് ആണ്. ഫ്രോഗ് കൺഫേമേഴ്സ് ആണ്. എ എന്ന് പറയുമ്പോൾ സ്മോൾ സൈസ് ആയതുകൊണ്ട് നമ്മൾ ടൈപ്പ് എ എന്ന് പറഞ്ഞു. ലാസ്റ്റ് പോളാർ ബിയർ ആണ്. ദേ ആർ റെഗുലേറ്റേഴ്സ്. ബി എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ളത്. സോ കറക്റ്റ് ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ് എ, വൈ ബി, വൈ എ, എക്സ് ബി ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു എക്സ് എ, വൈ എന്നൊക്കെ കാണുമ്പോൾ ടെൻഷൻ ആവണ്ട. കറക്റ്റ് ആയിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ.
സോ ഇതാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മള് 2021 എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ബയോളജി എന്നുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് പാറ്റേൺ വരിക എന്നുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള പാറ്റേൺ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നിങ്ങൾ ആദ്യം സ്വയമായിട്ട് ചെയ്തു നോക്കുക. വെറുതെ ഒരു PDF എടുത്തിട്ട് നിങ്ങൾ വെറുതെ ചെയ്തു നോക്കുന്നതിനെക്കാട്ടിലും നല്ലത്, അതായത് നിങ്ങളൊരു PDF എടുത്ത് പ്രിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ടോ ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയത്തിനെ കുറിച്ചൊന്നും ബോധേഡ് അല്ലാതെ ഇങ്ങനെ ചെയ്തു നോക്കും. അപ്പൊ അതിന് പകരം നമ്മുടെ വെബ്സൈറ്റിൽ വരിക, CRISPRlearning.com വന്നിട്ട് നമ്മുടെ ഒഫീഷ്യൽ PYQസിന്റെ 2017 തൊട്ട് ഇങ്ങോട്ടേക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുന്ന പോർട്ടലിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ ആദ്യം 2025 എടുക്കുക, 24 എടുക്കുക, അങ്ങനെ ബാക്കിലോട്ട് 2017 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ സൊല്യൂഷൻ കാണാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ഉപയോഗിക്കുക. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. ആ പാറ്റേൺ പ്രകാരം, ആ പാറ്റേൺ പോലെയുള്ള വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് അപ്പം ചെയ്തു നോക്കേണ്ടി വരും. കാരണം 10 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പം ഈ 2025 ഈ വർഷത്തിലുള്ളത്, അല്ലെ? 2026 ഞാനിപ്പോ സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഉള്ളത് 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാൻ പറ്റില്ല, 10 പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഐസറിൽ നിന്നുള്ള സ്റ്റുഡൻസും ഐസറിൽ നിന്നുള്ള, ഇപ്പൊ എന്റെ പോലെയുള്ള ഐസറിൽ നിന്നുള്ള അലൂമിനൈസ് എല്ലാം ചേർന്നിട്ട് നമ്മൾ ക്യൂറേറ്റ് ചെയ്തെടുത്ത അടിപൊളി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ മോക്ക് ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ ചെയ്ത് നോക്കുക. 20 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലെ പല മോക്ക് ടെസ്റ്റുകളും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മോക്ക് ടെസ്റ്റിലേക്കുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ കോൺസെപ്റ്റുകളൊക്കെ തെറോ ആക്കി വെക്കുക. നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. വീക്ക് ഏരിയയിൽ കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഒരു വർഷം ഐസറിൽ ഡെഫിനറ്റ്ലി എത്തും. അപ്പൊ നിങ്ങളെ ഈ വർഷം ഐസറിൽ കാണാൻ പറ്റട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിന് ഇത് വാല്യുബിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം കമന്റ് ചെയ്യുക. സോ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അതൊക്കെ വായിച്ചു നോക്കുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Thanks for watching.